ഞാൻ പാർക്കിങ്ങിലാ സാറേ വെച്ചിനെ. ദൈവം, ഈ ലോകത്ത് ദൈവമുണ്ടല്ലോ. 20 കോടിക്ക് നമ്മള് ബിനാമി വെച്ച് വിളിച്ച്. ആരെയും സുനാമി പമ്പ് നിന്റെ പേരിലാണ് ശരിക്കും ഞാൻ വാങ്ങിക്കാൻ പോണേ. അത് സർപ്രൈസ് ആയി ചന്ദ്രു, അത് സർപ്രൈസ് ആയി. സാറേ ഒരു ഡൗട്ട് വെക്കട്ടെ, ID കാർഡ് സാറേ ID കാർഡ് ഇല്ലാണ്ട് കയറ്റുമോ? സാറേ നിങ്ങളുടെ ഓഫീസേഴ്സ് ഇല്ലാണ്ട് എങ്ങനെ ID കാർഡ്? ഇത് നേരത്തെ വരണമെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുള്ളതാണ്. അത് വരാത്തത് നിങ്ങളുടെ കുറ്റമാണ്. നമ്മൾ 3 മണിക്കൂറായിട്ട് നോക്കി നിൽക്കും, അവിടെ ആരും വരുന്നില്ല. 3 മണിക്കൂറാ? നിങ്ങൾ നേരത്തെ അവിടെ കണ്ടിട്ട് അരമണിക്കൂറായി. സാറേ ഞങ്ങളുടെ കൂട്ടത്തില് 2 പേർക്കുണ്ട്, ഒരാൾക്കാ ഇല്ലാത്ത. അപ്പൊ അത് കുഴപ്പമുണ്ടോ? ഞങ്ങളിവിടെ 8 മണി, അതായത് സിറ്റി കത്തുന്ന മുമ്പ്, അത് 8 മണിക്ക് മുന്നേ നമ്മൾ സ്റ്റാർട്ട് ചെയ്താണ്. 8 to 10 വരെ സ്റ്റാർട്ട് ചെയ്ത്. അപ്പോഴും നിങ്ങൾ കണ്ടില്ലല്ലോ. അപ്പൊ നമ്മൾ അനൗൺസ്മെന്റ് വിട്ടു ID കാർഡ് കൊടുക്കേണ്ടതുണ്ട്. ID കാർഡ് അനൗൺസ്മെന്റ് ഇട്ടിരുന്നു നമ്മള്. അല്ല അത് അതും പുറത്തു വിട്ടുണ്ടായിരുന്നു. എത്രയും പെട്ടെന്ന് എടുക്കണം. വന്നായിരുന്നില്ലേ സാറ് കുറച്ചു മുമ്പ് പീഡിയിൽ വന്നായിരുന്നില്ലേ? അതിന് കുറച്ച് മുന്നെയാണ് ID കാർഡ് ഇഷ്യൂക്ക് നിർത്തിയത്. അല്ല എന്റെ ID കാർഡ് ഉണ്ട്, എനിക്ക് ID കാർഡ് കിട്ടി. ഞാൻ ചോദിക്കണതല്ല. ID കാർഡ് ഉള്ളവരെ ഇല്ലാത്തവരൊന്നും ചെയ്യാൻ പറ്റില്ല. സോറി സാറേ. ID കാർഡ് നിർബന്ധമാണോ, കമ്പൽസറി ആണോ? സ്ട്രിക്റ്റ് ഓർഡർ ആണ് ID കാർഡ് വേണം എന്നുള്ളത്. അതിലൊരു വിട്ടുവീഴ്ചയും ചെയ്യാൻ പറ്റില്ല. എടുത്തിട്ട് വരുമല്ലോ, എടുക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പൊ ആർക്കില്ലാത്ത ID കാർഡ്? ചന്ദ്ര വന്ന സമയത്ത് അതിന് മുന്നേ ഞാൻ വന്നയാ. അവിടെ ഒരാള് നിന്നത് AFK. പിന്നെ ചേച്ചി കൊടുക്കുന്നില്ലാട്ടാ. പിന്നെ എല്ലാരും നോക്കാം. മറന്നു കാണൂലല്ലേ? ഇല്ലല്ല മറന്നിട്ടില്ല. എത്ര മണിക്കാണ്? അതല്ല പിന്നെ മറന്നു. എടാ നിന്റെ തന്തയുടെ വീടല്ലേ ഇതിങ്ങനെ തോന്നും പോലെ ഒട്ടിക്കുന്ന. ഞാൻ പാർക്കിങ്ങിലാ സാറേ വെച്ചിനെ. സന്തോഷം പണി മഞ്ചു കൊടുക്കേട്ടാ. ചന്ദ്ര ഒരു ഡുബ് പറഞ്ഞ ഡുബ് പടത്തിന് വേണ്ടിയാ, പടത്തിന്. അത് ഇന്ന് തന്നെ നല്ല മൂഡായോണ്ട് കറക്റ്റ് ആയിട്ട് നിനക്ക് എല്ലാം കറക്റ്റ് ആയിട്ട് കിട്ടും. നമ്മള് ഏത് പമ്പാ പോയി വിളിക്കണേ? നമ്മള് വിളിക്കാൻ പോയിട്ട് നിന്നെ കേട്ടത്തില്ലല്ലാത്തോട്ട് നമുക്ക് ID കാർഡ് തരോ? ID കാർഡ് പറ്റില്ല. എന്താണ് ബ്രോ? ബ്രോ പുറത്തിറങ്ങ, പുറത്തിറങ്ങ. കാശ് കൊടുത്ത് വളയ്ക്കാൻ നോക്കട്ടെ. ചന്ദ്ര ഒരു ട്രിക്കെല്ലാം ഉണ്ട് സാധനം കിട്ടാൻ. സാറേ ഒരു സെക്കൻഡ് ഒരു കാര്യം ചോദിക്കാനാ. സാറേ 1 second കം. യു ആർ വെരി ബാഡ്. ഞാൻ സംസാരിക്കാം. സാറേ ഒന്ന് ഒറ്റയ്ക്ക് സംസാരിക്കണമായിരുന്നു. സാറേ കുറച്ച് കാശ് തരാം. കാശ് തരാം. അല്ല ഇവിടുന്ന് ഇതാക്കിയാലും മിസ്റ്റർ എക്സിന്റെ വക ചെക്കിങ് വിഷയൊന്നുമില്ല, നമ്മള് തെറ്റാക്കാം. സാറേ കാശാണല്ലോ സാറേ എല്ലാവർക്കും വലുത്. അല്ലല്ല എനിക്ക് ജോലിയാണ് വലുത്. സാറേ ജോലി നമുക്ക് ഇതാരറിയാനാ, നമ്മളെ മാത്രമല്ല അറിയത്തുള്ളൂ. ഒരു കാര്യം പറയാം, ഇത് നമ്മൾ നേരത്തെ ഇട്ടതാണ് സാറേ. 1 കോടി സാറേ, 1 കോടി. ഇല്ലല്ല ബാക്കി സാർ എന്തേലും ചെയ്യും. കൈക്കൂലി തരാതെ നോക്കിയ കേസിൽ ഞാൻ ഇതാക്കും. പിന്നെ ID കാർഡ് ഉണ്ട് എന്ന് പറഞ്ഞിട്ടൊന്നും കൂടി കാര്യമില്ല. അതിനൊക്കെ സാറ് വളർന്നു സാറേ. സാറ് അങ്ങനെയൊക്കെ അത്താക്കിട്ട് സാർ സിറ്റിയിലേക്ക് നടക്കും. ഭീഷണിയാണോ സാറേ? ഭീഷണി നമ്മളങ്ങനെ ചെയ്യാറില്ല സാറേ. പിന്നെ ഭീഷണിയൊക്കെ ആണെങ്കിൽ സാറ് ഭീഷണി ഇട്ടെ കൂട്ടിക്കോ. ID കാർഡ് ഉള്ളവനെ കേറ്റും സാറ്. ചെല്ല് ഒന്നും ചെയ്യാൻ പറ്റാ. ചെല്ല് ഓഫീസ് ഡ്രസ്സിലൊക്കെ മരിച്ചു വീണത് മോശമാണ്. കമ്പൽസറി ആണെന്ന് അതായിരിക്കും. ഇല്ല അവനൊരു കാശൊക്കെ കൊടുക്കാന്നോട്ട് അവനങ്ങ് വഴങ്ങളില്ല. അവനങ്ങ് ഇവിടെ
വീട്ടിലുള്ള സ്കൂളിലൊരു ടീച്ചർ എനിക്ക് എന്താ റെപ്യൂട്ടഡ് സ്കൂളോ? ഞാനിങ്ങനെ മറ്റേ കള്ളിയോ അങ്ങനെയൊന്നും അല്ലല്ലോ. അത് സ്കൂളായിട്ട് കൂട്ടിയായിരുന്നു അവന് നാട്ടില്. എന്തായി ചന്ദ്രു? എന്തായി? ഒരു കാര്യം ചെയ്യണം, നമുക്ക് രണ്ടുപേർക്കും വെളിയിൽ നിൽക്കാടാ ഉച്ചരി. അതിനെ ഇല്ല, നമുക്ക് ഈ പീഡിനെ പിടിച്ചോണ്ട് പോയിട്ട് ആടുന്ന് എടുത്തോണ്ട് വരാം. കറക്റ്റ് എന്റെ പീഡിയിൽ ആരെങ്കിലും ഉണ്ടോന്ന് 4920 ഈ ചന്ദ്രശേഖർ നമുക്ക് കേറണ്ടേ? കൊറേ ചന്ദ്രനായില്ല. 49.20 ആണോ? 4949. ഹലോ 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 ആരാ? ചന്ദ്രബോസ് അല്ലേ? അതെ. ഹലോ ബ്രോ, ഒരു ഗണ്ണിന്റെ ഡീലിന്റെ കാര്യം വേണ്ടി പറയാൻ വേണ്ടി വിളിച്ചതായിരുന്നു ഞാൻ. ഗണ്ണോ? എന്ത് ഗണ്ണ് ബ്രോ? എന്താ ഗ്യാങ് ആണോ നിങ്ങള്? ബ്രോ അല്ല ബ്രോ, പിന്നെ ഒരു ഇൻഫർമേഷൻ തരാൻ വേണ്ടിയായിരുന്നു. ANB എന്ന് പറഞ്ഞ ഗ്യാങ് ഗൺസ് സെയിൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് ഇൻഫർമേഷൻ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ എടുത്തു. ANB ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഉടനെ തന്നെ അറിയിക്കാം പിന്നെ അടുത്ത ദിവസങ്ങളിൽ. തെരുവ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ? എന്തോ? ഹലോ 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 TV ഗ്യാങ് ഹൗസ് കാണാൻ പറ്റുമോ ബ്രോ? ആ കേൾക്കണ്ടോ ബ്രോ? കേൾക്കണ്ടോ? എല്ലാ തെളിവായിട്ട് ഞാൻ താങ്ക് യു ബ്രോ, താങ്ക് യു. നിങ്ങളുടെ പേരെന്താ? ശരി എന്നാ. നിങ്ങളെ പേര് ചന്ദ്രൻ തന്നെ എന്റെ പേരും. എന്റെ പേര് ചന്ദ്രശേഖർ. ഓക്കെ ഓക്കെ, കാണാം. പക്ഷെ വേണമെങ്കിൽ നിങ്ങൾ നീ അത് എങ്ങനെ സിറ്റിയുമായിട്ട് പ്രൈവറ്റ് ഡിറ്റക്റ്റീവ് ആണ് ബ്രോ. എന്താ പ്രൈവറ്റ് ഡിറ്റക്റ്റീവ്? എന്താ ബ്രോ? പവർ അങ്ങനെ പറഞ്ഞു? പ്രൈവറ്റ് ഡിറ്റക്റ്റീവ് എന്ന് പറഞ്ഞാൽ ബ്രോ മനസ്സിലായി. നമ്മൾ നോക്കിട്ട് ചെയ്യാം. ഏത് യൂണിവേഴ്സിറ്റിയിലാ? മൈൻഡ് മോനെ ഇറങ്ങ്, റെഡി. പ്രൈവറ്റ്. ശരി ഇറങ്ങാൻ പറ. എത്ര പറഞ്ഞ? എടാ വെറുതെ നീ പറഞ്ഞ പോയവന്. വണ്ടി ഒന്ന് അൺലോക്ക് ആക്കി തരും, ഞാൻ ഒന്ന് PD വരെ പോയിട്ട് വരാം. എന്ത് PD ലൈൻ ആരില്ല, ഞാനല്ല പോയിട്ട് വന്ന്. അവനും പോയി കിട്ടിയില്ല. നമ്മില്ലേ അപ്പുറത്തെ സൈഡിൽ കൂടെ അഡ്മിന്റെ ഹെൽപ്പ് ചോദിച്ചിട്ട് പെട്ട് മാറ്റിട്ട് മിസ്റ്റർ എസിന്റെ കോട്ട് ഇട്ടിട്ട് ബാക്കിൽ. ഏത് കുണ്ണേടാ നീ? എന്താ RP കളിക്കണ? ഞാൻ അഡ്മിൻ എന്ന് പറഞ്ഞ എന്തിനാണ് സിറ്റിയില്? ദൈവം, ഈ ലോകത്ത് ദൈവമുണ്ടല്ലോ. ദൈവം ഉണ്ടെന്ന് പറഞ്ഞിട്ട് നിന്നെ ദൈവം എന്നിട്ട് രൂപം മാറ്റുവോ? ഹെൽപ്പ് നമ്മൾ ഒരു സിറ്റുവേഷനിൽ പെട്ടിരിക്കുകയാണെങ്കിൽ അഡ്മിൻ ഹെൽപ്പ് ചെയ്യും. ഞാൻ തറയെ പിടിച്ച ടാറിൽ ഒരക്കി ഞാൻ ഇപ്പം ഉണ്ടായിരുന്നില്ലെങ്കിൽ. അത് ശരിയല്ലേ? പറയൂ. സഹായിക്കാം. ഐഡി കാർഡിന്റെ അവിടെ ഒരു വണ്ടി കുരിയും കിടക്കുന്നു, ഒന്ന് ഇടിച്ചു വെളിയിട്ട് തരാമോ? വണ്ടി ഇല്ല ബ്രോ, വണ്ടി ഇല്ല ഞങ്ങൾക്ക്. വണ്ടിയില്ല. നിങ്ങളുടെ വണ്ടിയല്ലേ ചേട്ടാ? അല്ലല്ല, സഹായിക്കേട്ടാ. നമ്മുടെ വണ്ടിയല്ല. നിങ്ങളെ ഫാമിലി അല്ലേ? ഒരു സെക്കൻഡ്. മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ്, ഡിപ്പാർട്ട്മെന്റ് ഓഫ് ജസ്റ്റിസ്. ഹലോ പോലീസ് സ്റ്റേഷൻ അല്ലേ? അരി കേസുണ്ട്. PD പോയിട്ട് ആധാർ കാർഡ് തന്നില്ല. PD സ്റ്റാർട്ടായി. എടാ ഒരു മിനിറ്റ്, നിന്റെ എത്രയുണ്ട്? PD ഉണ്ട്. നിന്റെ എത്ര കാശുള്ള? ID കാർഡ് തന്നില്ല. PD 200 CR. വിളിക്കണോ? നമുക്കിപ്പോ ഇല്ലില്ല, ചുമ്മാ പറഞ്ഞു. വേറെ ഏതും ചെറിയ മുമ്പ് വിളിക്കാൻ. നമുക്ക് ID കാർഡ് ഇല്ല. എന്തു പറ്റി? ഇല്ല ചോദിച്ചോ. വണ്ടി എടുത്തു. നമുക്ക് ഓപ്ഷൻ വിളിക്കണ്ടേ? ഇപ്പൊ നമ്മൾ കേറിട്ട് ആധാർ കാർഡ് കിട്ടിയില്ല പറഞ്ഞ എങ്ങനെയാ? നമുക്ക് പുറത്തുനിന്ന് വിളിക്കാൻ പറ്റില്ല. നേരത്തെ വരാൻ പറ്റുന്ന സാഹചര്യം നിന്റെ പേരിൽ വിളി. ആധാർ കാർഡ് ഇപ്പൊ ഇല്ല സാറേ. നമ്മൾ വരുമ്പം അവിടെ ഇല്ല. നമുക്ക് വരാൻ പറ്റുന്ന സാഹചര്യത്തിലല്ലേ വരാൻ പറ്റുമോ? ഇപ്പൊ PD ഉള്ള ഹലോ
നമ്മൾ കോടതിക്കല്ലേ വിളിച്ചിട്ട് സംസാരിച്ചു ചന്ദ്രോ. കോടതിയിൽ നിന്ന് പറയുന്നത് മിസ്റ്റർ എക്സിന്റെ പെർമിഷൻ ഉണ്ടായാൽ മതി, പീഡിന്റെ പെർമിഷൻ വേണ്ടാം. അപ്പൊ ഇപ്പം മിസ്റ്റർ എക്സിന്റെ പെർമിഷൻ ചോദിക്കാം. ഓപ്ഷൻ കഴിഞ്ഞ് ഓപ്ഷൻ കഴിഞ്ഞ് അപ്പൊ ഞാൻ എന്ത് മുഞ്ചാ ഇത്രയേറെ കോർട്ടിനോട് സംസാരിച്ചേ? നീ എന്ത് മുമ്പാ കോർട്ടിനെ വിളിച്ചേ? ഉള്ള കേറാൻ വേണ്ടി. ഇങ്ങോട്ട് ഞാൻ ബാക്കിലോട്ട് നോക്ക്. എടെ കോടതിയിലേക്ക് വിളിച്ചിരിക്കണ് ചന്ദ്ര. പിന്നെന്തിനാണ് ആ കോർട്ടിന് ഇത്ര ആളെത്ര പീഡിയായിട്ട് അടി പിടിച്ചോന്നെ? അതാ അത് ലാസ്റ്റ് മിസ്റ്റർ എസിന്റെ സമ്മതം മതി എന്ന് പറഞ്ഞു. മിസ്റ്റർ ഇപ്പൊ എന്താ ചെയ്യാൻ പറ്റോ? എടാ നീ പോട്ടെ അവനെ വിളിച്ചു അവനെ കൊന്നുകളാ ആ പീഡീനെ. വേണ്ട ബേന് കിട്ടും. എടാ നമ്മളൊരു സംസാരിച്ചൊരു ഇതില് കശവിഷയായി അടിച്ചോ കൊന്നു, അത്രേ ഉള്ളൂ. ഇല്ല ഞാൻ ഈ കാര്യം പറയട്ടെ. ഇപ്പൊ നമ്മൾ ഒരു ലെവലിൽ എത്തിയിരിക്കാണ്. മിസ്റ്റർ എക്സിന് സമ്മതിച്ചാ മതി. ആണോ? ആ എന്ത് മിസ്റ്റർ എക്സിന്റെ ആരെങ്കിലും അറിയോ ബില്ലാളെ? അറിയില്ല. നേരത്തെ എന്തും ചന്ദ്രനോട് പറഞ്ഞല്ലോ മിസ്റ്റർ എക്സ് സമ്മതിച്ച് വല്ല അത് പീഡിയാണ് അങ്ങനെ പറഞ്ഞായിരുന്നല്ലോ. നീ ചുമ്മാ ഇതുപോലെ ചോദ്യം ചോദിച്ചോണ്ടിരിക്കാതെ. എന്ത് ചോദ്യം ചന്ദ്രല്ലേ പറഞ്ഞേ? യെസ് പമ്പ് നമ്മക്ക് കിട്ടണം. നമ്മളെ യെസ് പമ്പ് നമ്മക്ക് കിട്ടണം. കിട്ടി കിട്ടിയാ കിട്ടി. പിന്നെന്താ ആദ്യം പറഞ്ഞാ പോരായിരുന്നു? 630 കോടിക്ക് നമ്മള് ബിനാമി വെച്ച് വിളിച്ച്. ആരെയാ സുനാമി? എന്ത് മനസ്സിലായില്ല? ബിനാമി അതെന്താ? എടാ ബിനാമി എന്ന് പറഞ്ഞു കഴിഞ്ഞാ ഇപ്പൊ വേറൊരാള് എനിക്ക് പകരം വിളിക്കുന്നു. അപ്പൊ മനസ്സിലായില്ലേ? ഞാൻ വിളിച്ചിരുന്നെങ്കിൽ ചിലപ്പോ ചന്ദ്രനെ വിളിക്കാൻ ചിലപ്പോ കുറച്ചൊരു കയറ്റി വിളിക്കാതെ കുറച്ച് ഏരിയേറ്റും അല്ലെങ്കിൽ കയറ്റി വിളിക്കാറില്ല. 1000 കോടിയൊക്കെ പോയനെ. 1000 ഞാൻ പോയിട്ട് വിളിച്ചാ മതിയായിരുന്നു. ഞാൻ കൊച്ചിറക്കാനാ പറഞ്ഞിട്ട് എന്നെ വിട്ടു. നമ്മളെ ബ്ലാക്ക് മാഫിയിലെ 2 പിള്ളേരെ നമ്മളെ കയറ്റി വിട്ടിട്ട് നൈസായിട്ട് വിളിച്ച്. അപ്പൊ എന്നോട് പറയാത്തത് ഒളിപ്പിച്ചു വെച്ചെന്തിനാ? ഇതെന്തിനാ എന്നോട് ഒളിപ്പിച്ചു വെച്ച? അങ്ക് സർപ്രൈസ് ഒന്നും ആയിട്ടില്ല. പമ്പ് നിന്റെ പേരിലാണ് ശരിക്കും ഞാൻ വാങ്ങിക്കാൻ പോണേ. അത് സർപ്രൈസ് ആയി ചന്ദ്രു, അത് സർപ്രൈസ് ആയി. അതിന്റെ പോണേ പിന്നെ നിന്റെ പേരിൽ വാങ്ങിട്ട് പിന്നെ ഞാൻ ഇനി എന്ത് നിക്ക് ഈ നിക്ക് ചന്ദ്ര എന്തെങ്കിലും ഒരു പാർട്ട്ണർഷിപ്പ് അങ്ങ് തരണേ. ആലോചിക്കാ ചന്ദ്ര എന്താ ചന്ദ്ര ഇത്ര കഷ്ടപ്പെട്ട് ഞാൻ പീഡിനോട് സംസാരിച്ചിട്ട് ഇത്ര കഷ്ടപ്പെട്ട് കോർട്ടിനോട് ഒരു അരമണിക്കൂറായി. കോർട്ടിനോട് അരമണിക്കൂർ സംസാരിച്ചിട്ട് റെഡിയാക്കിയതാ. അപ്പൊ നമുക്കൊരു എത്ര വേണ്ട ഒരു ഡെയിലി ഒരു 20 ഷെയർ ഇട്ടാ മതി കേട്ടോ. പോലീസ് റിവേഴ്സ് ഇങ്ങനെ എടുക്കാൻ പറ്റൂലല്ലോ. ഹലോ സാറേ, ഇങ്ങനെ റിവേഴ്സ് എടുക്കാൻ പറ്റൂലല്ലോ. സംസാരിക്കാം, പ്രശ്നം. ഹലോ സാറേ, ഹലോ സംസാരിക്കാം ചന്ദ്ര, സംസാരിക്കാം. നമുക്ക് മാത്രം റൂൾസ്, ഓർക്ക് റൂൾസ് ഇല്ല. ഇതെന്ത്? സംസാരിക്കാം. നമ്മ അപ്പുറത്ത് ഇല്ല, അപ്പുറത്ത് കൂടെ കറങ്ങി വരണം. ഈ അപ്പുറത്ത് റോഡ് വെറുതെ അല്ലല്ലോ വെച്ചിനെ. സംസാരിക്കാം. കാശ് ഞാൻ തരാം, പുറത്തോട്ട് വരാൻ പറ്റുമോ? അതല്ല, അത് ഐബെക്സ് കൊടുത്തോളൂ. അപ്പൊ 1 മന്ത് കഴിഞ്ഞിട്ട് മാറ്റാൻ പറ്റത്തുള്ളൂ ഓണർഷിപ്പ്. പുള്ളിയുടെ പേരിലാക്കിയാ വിളിച്ചേക്കുന്നേ. അപ്പൊ പുള്ളി ഉണ്ടല്ലോ, അപ്പൊ കൊടുത്താ ഞാൻ നാളെ പമ്പിൽ വരുമ്പത്തേക്കും കാശ് മതി സെറ്റാക്കി. ശരി. ഓക്കെ. അപ്പുറത്ത് കൂടെ കറങ്ങി വരണ്ടേ? നമ്മള് വണ്ടിയിലിടിച്ച് നിങ്ങൾ റിവേഴ്സ് വന്നിട്ട് റിയലി സോറി. പൈസ വേണല്ലോ. അവര് ബമ്പർ പോയാണ്ടാ എന്താ കണ്ടാ. അപ്പൊ ഇപ്പൊ നമ്മള് സോറി പറഞ്ഞ ഒന്നും ആവൂലേ? നമ്മള് ജയിലിട്ട് തൂക്കിക്കൊന്നേനെ. സാറി ലീവ് ചെയ്തോ. മാഡം പൈസ ഇതൊരു റൂൾ വരക്കല്ലേ? നേരെ വന്നിട്ട് റിവേഴ്സ് എടുക്കുന്നത് ഗിയർ മാറ്റാണ്ട് റിവേഴ്സ് വരൂലല്ലോ മാഡം. നിങ്ങള് റൂൾസ് ഒക്കെ പറയുന്ന ആൾക്കാരല്ലേ മാഡം? അപ്പൊ നിങ്ങൾക്ക് ചെയ്യാലോ. അപ്പൊ അത് ആ രീതിയിൽ നമ്മളാണെങ്കിൽ ഇപ്പൊ നേരെ വന്നിട്ട് ജയിലിട്ട് തൂക്കിക്കൊന്നേ. നമ്മളങ്ങനെ ഒരിക്കലും ചെയ്യാറില്ല. നമ്മൾ ഒരിക്കലും ചെയ്യാറില്ല. എന്നിട്ടാണ് മിനാ തന്നെ വെറുതെ ജയിലിട്ട്. ബൈ
ശരി ശരി. ആര് സ്വാഗതം സാറേ, ഒരു ആയിരോ? ഹലോ ഈ വണ്ടി ഒന്ന് പ്രോപ്പറായിട്ട് പാർക്ക് ചെയ്യാവോ? അല്ല മാഡം ഇതിനൊരു തീരുമാനം ഉണ്ടാക്കി കറക്റ്റായിട്ട് പാർക്ക് ചെയ്ത് തരാം. ഇങ്ങ വലിയ ആള് പാർക്ക് ചെയ്തിട്ട് നമുക്ക് സംസാരിക്കാം. അല്ല കാശ് എന്നിട്ട് സംസാരിച്ചാ പോരെ, അതല്ല മര്യാദ. കാശ് തരാൻ നമുക്ക് പെർമിഷൻ ഇല്ല. എന്താ പിന്നെന്ത് പെർമിഷൻ ഉള്ള നിങ്ങൾക്ക് ഐ ഡി കാർഡ് മേടിച്ചിട്ട് അത്തോട്ട് കയറ്റിയുള്ള പെർമിഷൻ അല്ല നിങ്ങൾക്ക് നെറ്റ്വർക്ക് ഉണ്ടാവൂലേ? ഇല്ലീഗൽ അല്ലല്ലോ, ലീഗൽ അല്ലേ? അപ്പം നിങ്ങൾക്ക് അറിയാലോ എത്ര പൈസയാണ്. ഐഡി കാർഡ് പ്രോപ്പർ ആയിട്ട് ടൈം ഉണ്ട്. എനിക്ക് എന്റെ വണ്ടി എനിക്ക് ടൈം ഉണ്ട്, എനിക്ക് പോണം. എന്റെ വണ്ടി അടിച്ചു കഴിഞ്ഞാൽ എനിക്ക് കാശ് തരണം, അത്രേ ഉള്ളൂ. കാശ് കൊടുക്കരുതെന്നാണ് നമ്മുടെ ഹയർ ഓഫീസേഴ്സ് പറഞ്ഞിട്ടുള്ളത്. എന്തെങ്കിലും കംപ്ലൈന്റ്സ് ഉണ്ടെങ്കിൽ അപ്പൊ ഞാൻ ഇവിടെ കിടക്കുന്ന നിങ്ങളുടെ വണ്ടിയൊക്കെ ഇടിച്ച് നിർത്തിക്കട്ടെ, ഇവിടെ കിടക്കുന്ന വണ്ടിയൊക്കെ നിങ്ങളുടെ പിടി വണ്ടീനൊക്കെ. എന്നിട്ട് ഞാൻ പറയട്ടെ, എന്റെ വീട്ടിൽ വന്ന് ചോദിച്ചാൽ മതി, എന്റെ വീട്ടിൽ വന്ന് ചോദിച്ചാൽ മതി. എന്റെ തറവാട്ടിൽ നിന്ന് അട്ടിക്കണക്കിന് കാശ് എടുത്ത് തരുന്ന മാഡത്തിന്റെ പറഞ്ഞാൽ മതി. ഞാൻ പറഞ്ഞ അല്ലല്ല പറഞ്ഞ മാഡം, ഞാൻ അങ്ങനെ പറഞ്ഞാൽ മതി. എടാ മുച്ചിരി ചുമ്മാടാ, മാഡത്തിന് അങ്ങനെ പറഞ്ഞാൽ മതി. എന്തേ ഞാനൊന്നും കേട്ടില്ല. എന്തേ എന്താ മാഡം? ഹയർ സീനിയേഴ്സിന്റെ ഓർഡേഴ്സ് ആണ്, എനിക്കത് പറയാനേ പറ്റുള്ളൂ. അതിനെ ഹയർ ഓഫീസറിനെ വിളിക്കേ, ഞാൻ സംസാരിക്കാം. നമ്മ സംസാരിക്കാം. നിങ്ങളെ എല്ലാരും വിളിപ്പിക്കുന്നുണ്ടല്ലോ നമ്മളെ. ഹെഡ് ക്വാർട്ടേഴ്സിലോട്ട് പോയാൽ മതി സാർ. ഹെഡ് ക്വാർട്ടേഴ്സിലോട്ട് പോവാനാ? എനിക്ക് സമയമുണ്ട് മാഡം, നിങ്ങളെ പോലെ ഞാൻ ഇവിടെ വെയിലത്ത് വെറുതെ ഇരിക്കുകയല്ല, എനിക്കൊരു പണിയുണ്ട്. നിങ്ങൾ നമ്മളെ വണ്ടി ഓടിച്ചിട്ട് അതും പോരാ എനിക്ക് കേസ് കൊടുക്കാൻ പോകാമോ? മാഡം അല്ലേ പറഞ്ഞ മറ്റേ സാറെ പറഞ്ഞോട്ട് ഞങ്ങൾ ഡീൽ ചെയ്യാന്ന്. മാഡം ഡീല് അല്ല, ഞാൻ ഫോഴ്സിൽ അടിച്ചിട്ടില്ല. എന്റെ വണ്ടിയിൽ എങ്ങനെ അടിച്ചാലും എനിക്ക് കാശ് വേണം, അത്രേ ഉള്ളൂ. നിങ്ങളെ മിസ്റ്റേക്കാ. നിങ്ങളാ വന്നിട്ട് റിവേഴ്സ് എടുത്തത്. അപ്പുറത്ത് കൂടെ യൂ ടേൺ എടുത്തിട്ടാ പറഞ്ഞത്. റോഡിന്റെ മിനിമം റൂൾ അത്. ഡയറക്റ്റ് റോഡിന് റിവേഴ്സ് ആണോ എടുക്കുന്നേ? ഇത് എവിടുത്തെ റൂള്? അല്ല സാർ, ഒരു കംപ്ലൈന്റ് ഫയൽ ചെയ്തിട്ട് കണ്ട സാധനല്ലേ കണ്ണു മുന്നിലേ? അല്ല ഇപ്പൊ നമ്മളെന്തെങ്കിലും ആക്കിയിട്ട് നിങ്ങൾ ഇത് ഫയൽ എടുക്കറ്റാ? ഫയൽ ചെയ്തിട്ടല്ല കട്ടിയാ? ഇല്ലല്ലോ. സാറേ ഞങ്ങളെ അതിന്റെ അകത്ത് കേട്ടല്ലോ സംസാരിച്ചു, ഇവിടെ നിന്ന് സംസാരിക്കണേ. അതന്നെ ഇത് ഓപ്ഷൻ ഏരിയ ആണ്, എനിക്ക് പറഞ്ഞ മനസ്സിലായി. നിങ്ങൾ എന്തിനാ ഇടപെടുന്ന ഈ അതായത് ഞങ്ങള് പിടിയുടെ സിറ്റുവേഷൻ ആണിത്. നിങ്ങൾ എന്താ ഇന്റർഫിയർ ആണ്? എങ്ങനെ ആരെ ഏരിയയിലും ഇത് പീഡിയാട്രിക് സിറ്റുവേഷൻ നടന്ന് ആ മാഡം പറഞ്ഞു ഇത് ഇവിടെ വെച്ച് സോൾവ് ചെയ്യാം. ആ സാറിനെ പറഞ്ഞു വിട്ടു, അതുകൊണ്ട് സംസാരിക്കുന്ന ഞങ്ങള്. അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളിൽ വെറുതെ അല്ലല്ല. എന്തിനാ ഇത്ര എന്താ സിറ്റുവേഷൻ ഇത്ര വൾഗറാക്കണേ? എടാ വന്നാടാ, അമ്മ കുണ്ണത്തോളം പറയാമായിരുന്നു. ഹലോ മേഡം പറയ്. നിങ്ങളുടെ വണ്ടി തട്ടിന്നുള്ള ഒരു കംപ്ലൈന്റ് ഫയൽ ചെയ്തിട്ട് പീഡിയിലോട്ട് തന്നാ മതി. ഞങ്ങളത് എടുത്തിട്ട് അപ്പൊ ഇത് ഓട്ടോമാറ്റിക് ശരിയാവോ ഈ വണ്ടിന്റെ ബമ്പർ? അല്ല അങ്ങനെയൊക്കെ ബുദ്ധിമുട്ടുണ്ടോ ചെറുതായിട്ട്? നിങ്ങൾ അങ്ങനെയല്ലോ ചെയ്യുന്നത്. ഞങ്ങള് നിങ്ങളുടെ വണ്ടിയിൽ പീടി വണ്ടി തട്ടേ മുട്ടേ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നഷ്ടപരിഹാരത്തിനോ അല്ലെങ്കിൽ നിങ്ങളുടെ വണ്ടി ആരെങ്കിലും എടുത്തോണ്ട് പോയാലും നിങ്ങളുടെ വണ്ടി തിരിച്ചിട്ടാൻ വേണ്ടിട്ട് നിങ്ങൾ എനിക്ക് ലെറ്റർ അയക്കോ? അല്ലെങ്കിൽ സാറേ എന്റെ വണ്ടി പീടി വണ്ടി കൊണ്ടു തരണം സ്റ്റേഷനിൽ എന്ന് സാർ ലെറ്റർ അയക്കണേ. നഷ്ടപരിഹാരം മതിയോ സാറിനപ്പോ? നഷ്ടപരിഹാരം മതി സാറേ, നഷ്ടപരിഹാരം മതി. അല്ലല്ല സാറേ എത്രയാണ് നഷ്ടപരിഹാരം? ആദ്യം ബമ്പറിന് എത്രയാ? എത്ര കൂടാ? നമുക്ക് എല്ലാം കൂടി ഒരു സിയർ ആവില്ലേ? മോഡിഫിക്കേഷൻ ചെയ്തോണ്ടില്ലേ? സാറേ നിങ്ങൾക്ക് കേസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ സ്റ്റേഷനിൽ വന്നൊരു കംപ്ലൈന്റ് വണ്ടി അടിച്ചാലും സാർ മാഡം നന്നായിട്ട് ഡീൽ ചെയ്തു. മാഡം പറഞ്ഞു ഇപ്പൊ ഡീൽ ചെയ്ത് തരാന്ന്. എന്നിട്ട് മാഡം ഡീൽ ചെയ്തോ? സാറേ ഒരു വണ്ടി ഒന്ന് തട്ടി, ഞങ്ങൾക്ക് അതിന്റെ നഷ്ടപരിഹാരം തന്നു. എനിക്ക് അങ്ങനല്ല വണ്ടി തട്ടി വെറുങ്ങനല്ല. എങ്ങനെ അറിയോ? നേരെ പോയ വണ്ടി റിവേഴ്സ് എടുത്തിട്ട് നേരെ ബാക്കിലോട്ട് വരുന്നേ. അപ്പുറത്തേക്ക് പോകുന്ന വണ്ടി അപ്പുറം യൂ ടേൺ എടുത്തിട്ടല്ലേ വരണ്ടേ? ഇത് നേരെ റിവേഴ്സ് എടുത്തിട്ട് വന്നിനെ.
ഓക്കെ എവിടെ വെച്ചാണ് പീഡി എന്ന് പറയുമ്പോ എന്നും സാറേ ഞങ്ങള് മനുഷ്യരല്ലേ സാറേ? അല്ല ഞങ്ങള് മനുഷ്യരല്ലേ? മനുഷ്യരാണ്. അബദ്ധം പറ്റില്ല സാറേ, നമുക്ക് അങ്ങനെ അബദ്ധം പറ്റില്ല സാറേ. അങ്ങനല്ല സാർ സാറേ ഇവിടെ നമുക്ക് സംസാരിക്കാം. നിങ്ങൾ കുറച്ച് കാമ പറ്റില്ല സാറേ. സാറേ ചില്ലാൻ പറ്റൂല സാറേ. വണ്ടി അത് വലിയ പൈസന്റെ വണ്ടി. സാറേ ചില്ലാൻ പറ്റൂലെന്ന് പറഞ്ഞില്ലേ? പിന്നെന്താ? കാശ് വേണം, അത്ര കാശ് നമ്മള് ചില്ലാൻ പോവാം. കാശിന് ചില്ലായിക്കോളാം. സാറേ ഏത് തമ്പുരാ ഇറങ്ങി വന്നാലും ഞങ്ങൾക്ക് ടിക്കറ്റ് പറയാൻ പറ്റത്തുള്ളൂ, ഇതിൽ കൂടുതൽ സംസാരിക്കാൻ പറ്റില്ല. 5 minutes ഒന്നും പറ്റൂല, 2 minutes വെയിറ്റ് ചെയ്യാം. അപ്പൊ നമ്മള് ഇങ്ങനെ ഇതാക്കുമ്പോ നമ്മള് ഇങ്ങനെ വെയിറ്റ് ചെയ്യണം, ഒറ്റയ്ക്ക് കഫ് ചെയ്യാൻ പാടില്ല. ഓക്കെ, നമ്മള് വണ്ടി അടിച്ചാൽ കഫ് ചെയ്യാൻ പാടില്ല. ഞാൻ വണ്ടി അടിച്ചപ്പം മിസ്റ്റേക്ക് ആണ് പറഞ്ഞപ്പോഴാ ബർത്ത് വിട്ടെ. ഹലോ ഹലോ സാർ ഞങ്ങള് വണ്ടി റിപ്പയർ ചെയ്തില്ല. വേണ്ട റിപ്പയർ വേണ്ട സാറേ, കാശ് മതി. എനിക്ക് വണ്ടി എന്റെ വണ്ടി ഞാൻ തോന്നിടത്ത് കൊണ്ട് റിപ്പയർ ചെയ്യാറില്ല സാറേ. റിപ്പയറിംഗ് ഉള്ള പൈസ തരാം. ഓക്കെ, ഏതാ റിപ്പയറിംഗ് ഉള്ള പൈസ തരും. ഏതാ സാറേ? എന്റെ വണ്ടിയിൽ എവിടെ എങ്ങനെ റിപ്പയർ ചെയ്യണം ഞാനത് തീരുമാനിക്കണം സാറേ. ഏ സാധനം വെക്കണം റിപ്പയറിംഗിനുള്ള പൈസ തന്നാ പോരെ സാറേ? പോരാ പിന്നെ എന്താ സാറേ, എന്റെ വണ്ടിക്ക് ഞാൻ പറഞ്ഞ റേറ്റ് ആണ്. അതെന്താണ് സാറേ? അതെങ്ങനെയാണ് സാറേ? അങ്ങനെ അതെങ്ങനെയാണ്? അല്ല അങ്ങനെയാണ്, കംപ്ലൈന്റ് ആയിട്ടോ? അങ്ങനെയാണ്. കംപ്ലൈന്റ് ആയിട്ടോ? കംപ്ലൈന്റ് ആയിട്ടോ? എന്നാ ഇവിടെ കിടക്കുന്ന എല്ലാ വണ്ടിയും പ്രശ്നമല്ല സാറേ അങ്ങനെയാണെങ്കിൽ. പിന്നെ നിങ്ങൾ നമ്മളെ ഭാഗത്ത് മിസ്റ്റേക്ക് പറ്റാതല്ലോ അന്ന്. എന്നിട്ട് നിങ്ങൾ എന്നെ അന്നെ കഫ് ചെയ്ത കാര്യമല്ലേ നമുക്ക് പറയാൻ പറ്റൂ? അല്ലല്ല നമ്മളെ നിങ്ങളെ റോങ് സൈഡ് ആയിട്ട് അത് നിങ്ങൾ ചോദിച്ചോക്ക്, വലിയ ആളോട് ചോദിച്ചോക്ക്, അറിയാലോ. അന്ന് എന്നെ വന്നിട്ട് വെറുതെ വിട്ടിയാ ചോദിച്ചോക്ക്. നിങ്ങൾ ചെയ്ത മിസ്റ്റേക്ക് ഞങ്ങൾക്ക് എങ്ങനെ അറിയാം സാറേ? നിങ്ങളുടെ വീടിന്റെ പേരല്ലോ ഞാൻ ചോദിക്കൂലോ പേര്. ഹലോ ഹലോ എന്റെ മാഡത്തിനെ ഈ പരിപാടി അറിഞ്ഞു തുടങ്ങി മാഡം അങ്ങനെ അങ്ങ് പറഞ്ഞ പോരെ? ആദ്യമേ മാഡത്തിന് ആദ്യമേ മാഡത്തിന് ആദ്യമേ സാറേ ചില്ലാവ് സാറേ ചില്ലാവ് നിർത്ത് സാറേ. എവിടെ കയറി വരുന്നത്? വണ്ടി ഇടിച്ചതിന്റെ കാശ് ആദ്യമേ തരാൻ പറഞ്ഞപ്പോഴത്തേക്ക് ഇവിടെ ഫുള്ള് റോളായിരുന്നല്ലോ ഇവിടെ. സാറേ ആദ്യം മര്യാദയ്ക്കാ ചോദിച്ചേ, വണ്ടി ഇടിച്ചതിന് ഞങ്ങൾക്ക് കോമ്പൻസേഷൻ വേണം, ഞങ്ങൾ പോവാം. ഞങ്ങളുടെ വണ്ടിയിൽ പറഞ്ഞു ഇടിച്ചാളെ പോന്ന് പറഞ്ഞു, ഇത് നമ്മ നോക്കിക്കോളാം ഈ മാഡം പറഞ്ഞു. അതെങ്ങനെ അങ്ങനെ പോവാൻ പറയുന്നേ? അങ്ങനെ പറഞ്ഞത് ആ വണ്ടിയിൽ ഓക്സിജന്റെ 2 ആൾക്കാർ ഇരിക്കുന്നുണ്ട്, അവരെ അത് വേറെ ഡ്രൈവറിനെ. ഹലോ ഹലോ ഒരു മിനിറ്റ്. ഹലോ ഒലയാടി മോനെ, ഞാൻ വെറുതെ പെടാൻ പാടില്ല, ഇത് വെറുതെ പെടാൻ പാടില്ല. വാ, നമ്മള് വെറുതെ വന്നിട്ട് ഇടിച്ചിട്ട് ആളെ പോയിട്ട് വിട്ട് തന്തായത്. 2 ഓക്സിജന്റെ കാര്യത്തിനായിട്ട് 2 സിറ്റിസൺസിനെ കൊണ്ട് കാറിൽ പോയി. ഓക്കെ, ആ ടൈമിൽ കാറിന്ന് റിവേഴ്സ് വന്നു, അറിയാതെ ഇവരുടെ വണ്ടിയിലൊന്നും തട്ടി. അത്ര വലിയ വണ്ടീനെ അറിയാതെ? ഓക്കെ, വേണ്ട 12 മണിക്കോ ഇവിടെ ഒരു സിനാരിയോ ആണ്. അത് കഴിഞ്ഞിട്ട് നാളെ വരാം. ഒരു മിനിറ്റ് സാറ്. വണ്ടി തട്ടി നമുക്ക് ഭരത് ഓർഡർ അനുസരിച്ച് ഇവർ ചോദിക്കുന്ന പോലെ കോമ്പൻസേഷൻ കൊടുക്കാൻ പറ്റില്ല. ഓക്കെ, ആൻഡ് ഓൾസോ ആ വണ്ടിയില് 2 ഓക്സിജന്റെ ആൾക്കാർ ഇരിക്കും. ഭരത് സാർ ഇപ്പൊ വരാന്ന് പറഞ്ഞിട്ടുണ്ട്. അല്ല സിറ്റുവേഷൻ ഇത് പറ എന്താ നടന്നേ? പറയുന്നല്ലേ പറയുന്നേ, മുണ്ടാണ്ട് അതിന്റെ അടുത്ത് ഭരചന്ദ്ര സാറെന്നല്ലേ പറഞ്ഞ, അങ്ങനെ നമുക്കറിയാം. സാറ് പറയും. ഇല്ല കുഴപ്പമില്ലല്ലോ. അല്ല എനിക്ക് കാശ് വേണ്ട, എനിക്ക് കാശ് വേണ്ട സാറേ. കാശ് വേണ്ട സാറേ, കാശ് വേണ്ടെന്ന് പറഞ്ഞില്ലേ? മതി ഒലയാടി. കേറപ്പോ അതിന് നല്ലൊരു ഡബ്ല്യു ഓപ്ഷൻ ആയിരുന്നു. ഇപ്പൊ ഒരു ചന്ദ്രന് ബേന് കിട്ടാനുണ്ട്. അല്ല വണ്ടി എടുത്തിട്ട് കൊണ്ടിങ്ങ് ഇടിച്ചാൽ മതിയായിരുന്നു, ഫയർ ചെയ്യണ്ടായിരുന്നു. കാശ് വേണ്ടാവില്ല. എന്തായത് ഒരു ലൂപ്പിലാ പെട്ടെ.
വന്നാ നമുക്ക് അടിക്കാട്ടാ ഒരു ബാക്ക് ഇത് വന്നാ അടിക്കേ പഞ്ഞു വിടാം